നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ ടാബ് ഇങ്ങനെയാണ് വരിക. ഗൂഗിൾ അതിൽ നമ്മൾ നോട്ട്ബുക്ക് എല്ലാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോട്ട്ബുക്ക് എല്ലാം അപ്പോൾ വരുന്നതിൽ ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന അതാണ് ആദ്യം വരാൻ സാധ്യതയുള്ളത്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ ബേസിക് ഇൻ്റർഫേസ്. നമ്മൾ ആദ്യം ട്രൈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത് എടുക്കും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID ചോദിക്കും. അപ്പം നമ്മൾ ഇമെയിൽ ID കൊടുക്കുക. അല്ലെങ്കിൽ സൈൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാസ്വേഡൊക്കെ എടുത്ത് അങ്ങ് പൊക്കോളും. നമ്മൾ ആ ടാബിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥിരം അതിനകത്ത് വന്നോളും. പിന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുക്കണം. നമ്മളത് ക്ലിക്ക് ചെയ്തു, നോട്ട്ബുക്ക് എല്ലാമിലേക്ക് പോയി. ഇപ്പം ഞാനിത് ഓൾറെഡി രജിസ്റ്റർ ചെയ്യാൻ കുറേ വർക്ക് ചെയ്തതുകൊണ്ട് എൻ്റെ ചെയ്ത വർക്കുകളുടെയൊക്കെ ഇത് ഓരോ ടാബായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ലിസ്റ്റിൽ കാണാൻ പറ്റും, ടാബിലും കാണാൻ പറ്റും. നമ്മുടെ ഇതിനനുസരിച്ചിട്ടാണ്. അത് നമ്മൾ സാധാരണ ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത്. നമ്മുടെ ടൈറ്റിലുണ്ടാവും. പിന്നെ ചെയ്ത വർക്കുകളെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് പോയാൽ മതി. അല്ലെങ്കിൽ സിംപ്ലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോർമാറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ഉള്ള നമ്മുടെ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ക്രിയേറ്റ് എ ന്യൂ നോട്ട്ബുക്ക് എടുക്കുക, ക്ലിക്ക് ചെയ്തു. അപ്പോൾ വരുന്ന ഫ്രെയിം ഇതാണ്. ഇതിനകത്ത് ഈ വരുന്നത് നമ്മളന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ വരുന്നതും അല്ലെങ്കിൽ പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിലേക്ക് സോഴ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ നോട്ട്ബുക്ക് എല്ലാം വർക്ക് ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അത് അതിൻ്റെ സേഫ്റ്റിയും അതിൻ്റെ ആക്യുറസി അതാണ്. അതായത് നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ടും ജെന്യുവൻ ആണെന്ന് തോന്നുന്ന സോഴ്സുകൾ, അത് യൂട്യൂബ് ആണെങ്കിൽ ശരി, PDF ഫയലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ കുറേ ടെക്സ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഒരു പിന്നെ വേർഡ് ഡോക്യുമെൻ്റാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ ഫോർമാറ്റുകളും അത് എടുക്കും. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉള്ളൊരു സാധനമാണ് യൂട്യൂബിലാണ് നമുക്ക് സെർച്ചിൽ എത്രയും പെട്ടെന്നൊരു സബ്ജക്റ്റ് കിട്ടുന്നത് കൊണ്ട് യൂട്യൂബാണ് നമ്മളതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഏതിൽ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കൊരു യൂട്യൂബ്, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് വീഡിയോ എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു പുതിയ ടാബ് തുറന്നു, അതിൽ യൂട്യൂബിലേക്ക് പോയി യൂട്യൂബിൽ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഹൗ ടു ബി എ ഗുഡ് ഡ്രോയിങ് ടീച്ചർ ഫോർ കിഡ്സ് ഓൺലൈൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമ്മൾ എടുത്തതുണ്ട്. അത് സെലക്ട് അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം ഹിന്ദിയിൽ ഹൗ ടു ടീച്ച് ഡ്രോയിങ് ടു സ്മോൾ കിഡ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മളതൊന്ന് എടുത്ത് നോക്കി. അതൊരു പരസ്യം വരും മിക്കവാറും യൂട്യൂബ് വീഡിയോ തുറക്കുമ്പോൾ. അത് സ്കിപ്പ് ചെയ്തേക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമ്മളിതൊന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്ന്. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഏകദേശം ഇതിലെടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന്, ഇതാരാണ്, എന്താണ് പഠിപ്പിക്കുന്ന കാര്യമൊക്കെ ഏകദേശം ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. ഇതൊക്കെ തന്നെയാണ് LMM എടുത്ത് നമുക്ക് തരുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ URL കോപ്പി ചെയ്യുക. URL കോപ്പി ചെയ്യുന്ന എളുപ്പമാണ്. റൈറ്റ് മൗസ് ബട്ടൺ ആ ലിസ്റ്റിൽ കോപ്പി വീഡിയോ URL എന്നുള്ളത് എടുക്കുക. അതിൻ്റെ താഴെ കോപ്പി വീഡിയോ URL അറ്റ് കറണ്ട് ടൈം ഉണ്ട്. അതെടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ വീഡിയോ ഇരിക്കുന്നത് അവിടെ നിന്ന് എടുക്കുള്ളൂ. നമുക്ക് വേണ്ടത് ഫുൾ URL ആണ്. അത് കോപ്പി വീഡിയോ URL ആണ് എടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അവിടെ നമുക്ക് യൂട്യൂബ് വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ലിങ്ക് എടുത്തേക്കുന്നുണ്ട്. യൂട്യൂബ് വീഡിയോയിലേക്ക് പോയിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഒന്നിലധികം എത്ര വേണമെങ്കിലും നമുക്ക് യൂട്യൂബ് പേസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ കോമ ഇട്ട ശേഷം അടുത്തത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് എൻ്റർ ഞെക്കി കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് കർസർ പോകും. കാണുന്നുണ്ടല്ലോ അല്ലേ, കർസർ പോകും. ഷിഫ്റ്റ് എൻ്റർ ഞെക്കി കഴിഞ്ഞാൽ അടുത്തടുത്തതിലേക്ക് പോകും. നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. നമ്മൾ ഇതിലേക്ക് പോയി തിരിച്ച് നമ്മൾ ഈ സെർച്ചിൽ തന്നെ താഴെയുള്ള വീഡിയോകളിലേക്ക് പോയി. ഇത് ഒരു 6 മിനിറ്റുള്ളതാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കാൻ സാധിച്ചാൽ എത്ര ലെങ്ത് ഉണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ഡെപ്ത് ഉണ്ടാവുമല്ലോ. പൊതുവേ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഒരു 36 മിനിറ്റുള്ള ഒരെണ്ണം കാണുന്നുണ്ട്. അപ്പം ഞാൻ അതിനെടുത്തു, അതിൻ്റെ URL കോപ്പി ചെയ്തു, അത് തിരിച്ചുകൊണ്ടുവന്ന് അതും പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഷിഫ്റ്റ് എൻ്റർ ഞെക്കി അടുത്തതിലേക്ക് പോയി തിരിച്ച് നമ്മൾ ഈ സെർച്ചിൽ തന്നെ പോയിട്ട് വേറെ ഏതെങ്കിലും കൂടെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കി. 13 മിനിറ്റിൻ്റെ ആർട്ട് ക്ലാസ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മളതൊന്ന് സെലക്ട് ചെയ്തു, അതെടുത്തു, കോപ്പി എടുത്തു, അതിനുശേഷം അതും കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എത്ര വീഡിയോ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാം. അത്രത്തോളം അതിൻ്റെ റിസോഴ്സസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ പല സൈഡുണ്ടാകും. അപ്പോൾ സൈക്കോളജി സൈഡ് മാത്രമുള്ള വീഡിയോ ആണെങ്കിൽ അങ്ങനെ അതിൽ നിന്ന് ഒന്നോ രണ്ടോ സെലക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ടെക്നിക്സ് മാത്രം പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ടൂൾസ് പഠിപ്പിക്കുക, ഇങ്ങനെ പല ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്നുള്ള എടുക്കാം.
അതെല്ലാം കൂടെ പറയുന്നത് എങ്ങനെയാണോ അതിനെക്കുറിച്ചിട്ട് എടുത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്തു അത് സോഴ്സിലേക്ക് വരും. നമുക്ക് വരുന്ന ഇത് ബേസിക് ഫോർമാറ്റിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് 3 ഏരിയ ഉള്ളത്. ഒന്ന് സോഴ്സ് ഏരിയ ആണ്, നമ്മളന്ന് പറഞ്ഞിരുന്ന കാര്യമായിട്ട് അതിനെപ്പറ്റി. രണ്ടാമത്തെ ചാറ്റ് ഏരിയ ആണ്. നമ്മൾ ഈ നോട്ട്ബുക്ക് എല്ലാമായിട്ട് ചാറ്റ് ചെയ്യുന്നത് ഇതിൽ വഴിയാണ്. നമുക്ക് താഴെ നമുക്ക് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ മറുപടി തരും. അതേത് ഭാഷയാണ് നമ്മൾ വേണ്ടത് അതിനനുസരിച്ചിട്ട്. മൂന്നാമത്തെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാണ്, ഇതിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ അത്യാവശ്യം നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ മലയാളത്തിൽ ഇത് കാണുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പ്രോയിലാണ് ഇപ്പോൾ ഉള്ളത്. നോർമൽ പേയ്മെൻ്റ് ഉള്ളതാണ്, അതുകൊണ്ടാണ് പ്രോ എന്ന് കാണുന്നത്. ഫ്രീ ആണെങ്കിൽ അത് ഉണ്ടാവില്ല. നമ്മൾ നോർമലി തന്നെ ഇതെല്ലാം ഇങ്ങനെ തന്നെ നടക്കും. കൂടുതൽ ഉള്ളിലേക്ക് പോകുമ്പോഴേ ഉള്ളൂ പ്രശ്നം. നമ്മൾ അധികം ഞാൻ പ്രോ ഇതൊക്കെ ഒരേപോലെ ഉപയോഗിക്കുന്നുണ്ട്. സെറ്റിങ്സിൽ പോയി ഔട്ട്പുട്ട് ലാംഗ്വേജ് ഇതിനകത്ത് കുറേ ഉണ്ട്. സെറ്റിങ്സിൽ നമ്മളിതൊന്നും ഒരു ആവശ്യമില്ലാത്തൊരു സാധനമാണ്. പ്രധാനപ്പെട്ട സാധനം ഇതാണ്. ഔട്ട്പുട്ട് ലാംഗ്വേജ് എടുത്ത് പലപ്പോഴും നമുക്കത് ഇംഗ്ലീഷിൽ മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. ഞാൻ മലയാളം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ കുറേ ഭാഷകൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഏതാ വേണ്ടത്? ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഇനി അതല്ലെങ്കിൽ മലയാളം പോയിട്ട് മലയാളത്തിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളമാവും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിലാണ് ഇത് നമ്മളോട് ഔട്ട്പുട്ട് ലാംഗ്വേജ് തരുന്നത്. നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് ഇംഗ്ലീഷ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഏത് ഭാഷയാണെങ്കിലും അത് ഡിറ്റക്ട് ചെയ്തോളും. അപ്പോൾ ആദ്യം നമ്മുടെ സോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത 3 വീഡിയോ, യൂട്യൂബ് വീഡിയോ അതിനെപ്പറ്റി പറയുന്നത് നമുക്കുള്ളത്. ഇത് കൂടാതെ നമുക്ക് സോഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഒരു പ്ലസ് ചിഹ്നവും ആഡ് സോഴ്സ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ഇത് തന്നെ തിരിച്ചു വരും. ഇതിൽ ആദ്യം കിടക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് വെബ് സെർച്ചാണ്. നമ്മുടെ സബ്ജക്റ്റ് വെബിൽ നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഡ്രോയിങ് ലെസൺ ടെക്നിക് QU സ്പെല്ലിങ് അല്ലേ? ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെർച്ച് ചെയ്തോളും. ഇവിടെ ഒരു സെർച്ച് വന്നിട്ടുണ്ട് പുതിയ. സെർച്ച് നടക്കുകയാണ്. സെർച്ച് ചെയ്തിട്ട് അത് 7 ഫണ്ടമെന്റൽസ് ഓഫ് ഡ്രോയിങ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാം. 7 സോഴ്സുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് കണ്ടാൽ മനസ്സിലാവും. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ഏരിയയിൽ അത് 7 സോഴ്സുകൾ വന്നിട്ടുണ്ട്. ആ 7 സോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. 7 സോഴ്സുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ സോഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്തു നമ്മുടെ സോഴ്സിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കൊടുത്തൊരു സോഴ്സ് കൊടുത്തു, നമ്മൾ അതിനെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ നമുക്ക് അതിനകത്തു നിന്നുള്ള കാര്യങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. ഞാൻ വരുന്നുണ്ട്, പറയാം. ഇത് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള സോഴ്സുകൾ നമുക്ക് കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ കളക്ട് ചെയ്ത് വെക്കുകയും അതിൽ നിന്ന് എടുക്കണമെന്ന് ഇതിനോട് പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഫ്രീഡം ഉള്ളത്, നമുക്ക് ടിക്ക് ചെയ്ത് അതിനെ സെലക്ട് ചെയ്യാം. ആവശ്യമുള്ളതാണെന്ന് ചെക്ക് ചെയ്യാം, ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊന്ന് ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് ഉദാഹരണമായിട്ട് നമുക്ക് വന്ന ഈ സോഴ്സ് വന്നാൽ പറയാം. യൂട്യൂബ് ആണെന്നുള്ളത്. ഇപ്പോൾ യൂട്യൂബിൻ്റെ തന്നെ നമ്മൾ കൊടുത്ത സോഴ്സ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പാൻഡ് ആയി വന്നിട്ട് അത് ഹിന്ദിയിലുള്ളതാണ്. ഹിന്ദിയിലാണ് അതിൻ്റെ പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ വന്നിരിക്കുന്നത്, ഹിന്ദി വീഡിയോ ആയതുകൊണ്ട്. പക്ഷേ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മലയാളം ഔട്ട്പുട്ട് ആയതുകൊണ്ട് സബ് ലാംഗ്വേജ് മലയാളം എടുത്തുകൊണ്ട് അത് തന്നിട്ടുണ്ട്. മികച്ചൊരു ടീച്ചറാകാൻ ആവശ്യമായ ആവശ്യ ഘടകങ്ങളെക്കുറിച്ചും അധ്യാപകർ സാധാരണയായി വരുത്തുന്ന 9 തെറ്റുകളെക്കുറിച്ച് ഈ ഉറവിടെ വിശദീകരിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്ലിയർ ആണല്ലോ. ഇങ്ങനെ നമുക്ക് വേണ്ട സോഴ്സുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഓരോന്നിലേക്ക് പോകാം. വേണ്ടാന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം അത് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കൺഫേം ചോദിക്കും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഒന്നതാണ്. പിന്നെ അതിനെ നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന നമ്മൾ ഇന്ന കാര്യമാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിനെ റീനെയിം എടുത്ത് ഇതിനകത്ത് നമുക്ക് ആവശ്യം മനസ്സിലാവുന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളും. പിന്നെ നമുക്കത് ഇത്രയും സോഴ്സുകൾ വന്നിട്ടുണ്ട്. സോഴ്സുകൾ വന്നതിൽ നമ്മൾ ആദ്യം കൊടുത്ത സോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല, കണ്ടല്ലോ. അതുകൊണ്ടത് സെലക്ട് ആയിട്ടില്ല. വന്ന പുതിയ സോഴ്സുകൾ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. നമ്മളിത് ഓരോന്ന് ചെക്ക് ചെയ്തു, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വളരെ ഉപകാരപ്പെടുന്നൊരു സാധനം ഈ ബട്ടണാണ്, ഈ കാണുന്ന ബട്ടൺ. അതായത് സോഴ്സിൻ്റെ തൊട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഓട്ടോ ലെവൽ സോഴ്സ് ബൈ ടോപ്പിക് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. കാണാൻ പറ്റും. ഓട്ടോ ലേബൽ. ഇത് ഓട്ടോ ലേബൽ ചെയ്ത് തരും. അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ
പിന്നെ സോഴ്സിലെ ഓരോ സബ്ജക്റ്റിനെയും കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്കത് ടോപ്പിക് വൈസ് ആയിട്ട് പറഞ്ഞു തരും. അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാനിതിൽ ക്ലിക്ക് ചെയ്യാണ്. ഞാൻ എല്ലാ സോഴ്സും സെലക്ട് ചെയ്തു. നമ്മൾ ആദ്യം കൊടുത്തതും എല്ലാം സെലക്ട് ചെയ്ത ശേഷം നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാണ്. ഓട്ടോ ലേബലിംഗ് വർക്ക് ചെയ്യാണ്. അത് ഒരു 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു. അടിസ്ഥാന ഡ്രോയിങ് രീതികൾ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വരുന്ന വീഡിയോകൾ മാത്രം അതിനകത്ത് വീഡിയോ, ഓഡിയോ, ബാക്കി അത് സെലക്ട് ചെയ്ത സോഴ്സ് മാത്രം എടുത്തു. കല, അധ്യാപനം, ടീച്ചിങ് എന്ന് പറയുന്നത് മാത്രം 3 എണ്ണത്തിൽ അതെടുത്തിട്ടുണ്ട്. പെർസ്പെക്റ്റീവും കളർ തിയറിയും ഒരു 2 എണ്ണത്തിലായിട്ട് അത് വന്നിട്ടുണ്ട്. മനുഷ്യരൂപ ചിത്രീകരണം, മനുഷ്യ രൂപങ്ങൾ വരയ്ക്കുന്നതിനുള്ള കാര്യം. ഇത്രയാണ് ഇതിനകത്തുള്ളത്. രൂപങ്ങൾ വരയ്ക്കാൻ അനുവാദമില്ല ഇസ്ലാമിൽ. പിന്നെ ഇതാണ് സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ. നമ്മൾ നേരത്തെ എടുത്ത ആർട്ട് സോഴ്സിൽ പോയി ഇവിടെ കൊടുത്ത അതേ കാര്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അതേ കാര്യം തന്നെയാണ് നടക്കുന്നത്. ഇൻ്റർനെറ്റിൽ പോയി നോട്ട്ബുക്കെല്ലാം തന്നെ സെർച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ റിസോഴ്സസ് തരുമെന്ന് നടത്താം. ഇത് ക്ലിയർ ആണല്ലോ. റിസോഴ്സസ് എന്ന് പറയുന്ന ഈ ഏരിയ ക്ലിയർ ആണ്. ഇതിനകത്ത് നമുക്കൊന്ന് ഉള്ളത് ഇത് വേണമെങ്കിൽ ഇത് ചുരുക്കി വെക്കാം. നമുക്ക് അത്യാവശ്യം സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയാവും. രണ്ടാമത് ചാറ്റാണ്. ചാറ്റിൽ നമ്മൾ കൊടുക്കുന്ന സോഴ്സുകൾ, ആദ്യം കൊടുക്കുന്ന സോഴ്സുകൾ, ഫസ്റ്റ് കൊടുക്കുന്ന ആ സോഴ്സിനെ ബേസ് ചെയ്തിട്ട് അത് ഡീഫോൾട്ടായിട്ട് തന്നെ പറയും. ഇപ്പം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന സോഴ്സുകളെ പറ്റിയൊന്നും അത് എടുത്തിട്ടില്ല. ആദ്യം കൊടുത്ത 2-3 സോഴ്സുകളെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബ്രീഫ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് പുതിയ സോഴ്സുകൾ വേണമെങ്കിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ പുതുതായി തന്ന സോഴ്സുകളിൽ നിന്നുമുള്ള വിശദീകരണം തരാമോ എന്ന് ചോദിക്കാം. പുതിയതായിട്ട് കൊടുത്ത സോഴ്സ് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ അത് ടോട്ടൽ മുഴുവൻ സോഴ്സുകളിൽ നിന്നും നമ്മൾ പുതിയതായിട്ട് കൊടുത്ത ഇത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് തരിക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുന്നുണ്ട്. സോഴ്സുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇത് ഇത്രയും സമയം എടുക്കുന്നതാണ്. ഡിഫറെൻറ്റ് സോഴ്സുകളാണ്. ഇൻ്റഗ്രേറ്റിംഗ്, പ്രയോറിറ്റൈസിങ്, സമ്മറൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ അതിൻ്റെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. പുതിയ നൽകിയ സോഴ്സുകൾ, ചിത്രരചനയുടെ അടിസ്ഥാന രീതികൾ, പോർട്രേറ്റ് വരയ്ക്കുമ്പോഴുള്ള പിഴവുകൾ തിരുത്താനുള്ള വഴികൾ, കളർ തിയറി, അനാട്ടമി കൂടാതെ മികച്ചൊരു ആർട്ട് ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബ്ലാ അങ്ങനെ വന്നിട്ടുണ്ട്. മികച്ച ആർട്ടിസ്റ്റ് ആകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പിന്നെ അതിനൊന്നുകൂടെ ആശയങ്ങൾ, പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഒന്ന്, മികച്ച ആർട്ട് ടീച്ചർ ആകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുക, പ്രായത്തിനനുസരിച്ചുള്ള പരിശീലനം കൊടുക്കുക, എക്സർസൈസുകൾ കൊടുക്കുക. രണ്ടാമത്തെ, ചിത്രരചനയുടെ അടിസ്ഥാന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഹാച്ചിങ് ഉണ്ട്, പെർസ്പെക്റ്റീവ്, അതിൻ്റെ ഇങ്ങനെ പോയി ഏകദേശം അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഇത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം, അപ്പം ജസ്റ്റർ ഡ്രോയിങ് നമുക്കറിയില്ല എന്താണെന്ന്, അപ്പം നമ്മളത് മാത്രം സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റർ ഡ്രോയിങ് ഇതെന്താണ് എന്ന് നമ്മൾ ചോദിച്ചു. അപ്പം അത് ആ സബ്ജക്റ്റ് മാത്രം എടുത്ത് തരും. അപ്പോൾ നമ്മുടെ സോഴ്സുകൾ എവിടെല്ലാം ജസ്റ്റ് ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം പോയിട്ട് അത് എടുത്തിട്ട് കോർഡിനേറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് എൻ്റെ പണി. വരുന്നുണ്ട്. ഓക്കെ, അത് വരുമ്പോഴേ നമുക്ക് സ്റ്റുഡിയോ സൈഡിലേക്ക് പോകാം. ഏകദേശം ചാറ്റ് ഇതാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അതായത് മോളിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ ചാറ്റ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലേണിംഗ് ഗൈഡ്, കസ്റ്റം, ഇതോരോന്ന് മാറ്റി നോക്കിയാൽ മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം. ഞാനിതുവരെ എടുത്ത് നോക്കിയിട്ടുള്ളത്. പിന്നെ ഈ കസ്റ്റമൈസ്ഡ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണുന്നുണ്ട്. ചാറ്റ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു 2 എക്സ്ട്രാ ബട്ടൺസ്. നമുക്ക് പോയി നോക്കണം. ഇതിപ്പോൾ നമ്മൾ കൊടുത്ത ജസ്റ്റർ ഡ്രോയിങ് എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് രൂപത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ ചലനവും ഊർജ്ജവും വളരെ വേഗത്തിൽ ലളിതമായ വരകളിലൂടെ ഒപ്പിയെടുക്കുന്ന അടിസ്ഥാന ചിത്രരചനയാണ് ജസ്റ്റർ ഡ്രോയിങ്. നമ്മുടെ ജസ്റ്റർ
വിശദമായ കൃത്യമായത് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് സംശയം വരുന്നുണ്ടോ അതെല്ലാം പോകാനും ഇനി ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യണമെങ്കിൽ അത് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യണമെന്ന് ഇതിനകത്ത് ചാറ്റിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റർ ഡ്രോയിങ്ങിൻ്റെ ലീനിയർ ജസ്റ്ററിൻ്റെ ഏതെങ്കിലും കൂടുതൽ റിസർച്ച് നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമ്മളത് കോപ്പി ചെയ്തു. ഞാൻ അത് സെലക്ട് ചെയ്തു, ഇവിടുന്ന് സെലക്ട് ചെയ്തു, റൈറ്റ് മൗസ് ബട്ടൺ കോപ്പി, ഇവിടെ കൊണ്ടുവന്നു, റൈറ്റ് മൗസ് ബട്ടൺ പേസ്റ്റ്. ഇവിടെ നമ്മളിത് റിസോഴ്സസ് ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നടന്നതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻ്റർനെറ്റിൽ പോയി ഈ ലീനിയർ ജസ്റ്ററുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എടുത്ത് അതിനകത്ത് കിട്ടാവുന്ന ഒരു 6-7 അല്ലെങ്കിൽ അധികമോ റിസോഴ്സസ് നമുക്കിവിടെ കൊണ്ടുതരും. അങ്ങനെ ഒന്ന് പറഞ്ഞു. ഇനി നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ പിന്നെ ക്രിയേറ്റ് ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞ ഒരു മെയിൻ സാധനം. ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഓവർവ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് സാധനം. അതുകൊണ്ട് തന്നെ അവരൊരു പ്രത്യേക ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതും. തൊട്ട് താഴെ കാണുന്ന ഓഡിയോ ഓവർവ്യൂ അത് തന്നെയാണ്. പിന്നെ സ്ലൈഡ് ഡെക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്ലൈഡ്സ് ഉണ്ടാക്കി തരും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നല്ല മനോഹരമായ ഡ്രോയിങ്ങോടും ചിത്രങ്ങളോടും ഒക്കെ കൂടിയ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ പോലത്തെ സാധനം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഉണ്ടാക്കി തരും. മലയാളത്തിലാണ് ചില ഫോണ്ടുകൾ ചിലയിടത്തൊക്കെ പ്രശ്നമാകുന്നുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്ത് ശരിയാക്കാവുന്നതാണ്. ഇല്ല ഇംഗ്ലീഷിലാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ അത് തരുന്നുണ്ട്. വീഡിയോ ഓവർവ്യൂ എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും, എന്നാലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. വീഡിയോ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആനിമേഷനും പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ആക്കി തരും. മൈൻഡ് മാപ്പ് ഉണ്ട്, നമ്മളന്ന് കണ്ടിരുന്നു. മൈൻഡ് മാപ്പ് സെലക്ട് ചെയ്ത് അത് വരും. റിപ്പോർട്ട് എടുത്ത് വരും. ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ ഡെപ്തിൽ പഠിക്കാൻ ഫ്ലാഷ് കാർഡ് വളരെ നല്ലതാണ്. വിഷയങ്ങൾ ക്വിസ് ഉണ്ട്, നമ്മൾ പഠിച്ച കാര്യം നമുക്ക് സ്വയം ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻഫോഗ്രാഫിക്സ് ഈ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്ലോ. മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ പണ്ട് നമ്മൾ കാണുന്ന ഒരു ഇൻഫോഗ്രാഫിക്സ് ലൈനിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തരും. അതിന് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള കളറും ടോണൊക്കെ പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് ചെയ്തു തരും. പിന്നെ ഡേറ്റ ടേബിൾ ഉണ്ടാവും, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആളുകൾ ഏതൊക്കെ അതിൻ്റെ ഒരു ഡേറ്റ ഉണ്ടല്ലോ, ഒരു ഗ്രാഫിക്കൽ ഡേറ്റ. അങ്ങനത്തെ ഒരു ഡേറ്റകളെല്ലാം എടുത്ത് അതിനെ നമുക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഒരു പ്രസൻറ്റേഷനൊക്കെ വേണ്ടിയിട്ട് അത് നമുക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള പ്രസൻറ്റേഷൻ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടവും ഏറ്റവും ആവശ്യമുള്ള സാധനം ഈ ഓഡിയോ ഓവർവ്യൂ ആണ്. ഇത് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഡീപ്പ് ഡൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രീഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബ്രീഫ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഇത് സെലക്ട് ആവും. പിന്നെ ക്രിട്ടിക് ഉണ്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റിനെ അതൊരു ക്രിട്ടിക്കായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അതിനെ പിന്നെ ക്രോസ് ചെയ്ത് അതിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്യും. ഡിബേറ്റ് എന്ന് പറഞ്ഞ സാധനം, ഇതൊക്കെ ഇൻ ഡെപ്തിൽ നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് എത്ര ഡെപ്തിൽ പോകണം എത്ര പോകാൻ പറ്റും നമ്മൾ അതിൻ്റെ അർത്ഥം. ഷോർട്ട് ആൻഡ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ്ങാണ്, ഒരു 18 മുതൽ 20-24 വരെയൊക്കെ ആണ് സാധാരണ കാണാറ് മിനിറ്റ്. മലയാളം ഇത് നമുക്ക് ഡീഫോൾട്ട് ഉള്ളതുകൊണ്ട് ഇത് മലയാളത്തിൽ തന്നെ കിടക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് വേറെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കൊടുക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം വേണമെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെടുത്തോളൂ. ഇതിനൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അത് അതിൻ്റെ ഏകദേശം ഒരു ബേസിക് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അത് ചെയ്യും. നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഒരു വരെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് താഴേക്ക് അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങും. ജനറേറ്റിംഗ് ഓഡിയോ ഓവർവ്യൂ എന്ന് പറഞ്ഞ സാധനം. ഞാനൊരു 10 മിനിറ്റ് കൂടുതൽ സമയം എടുക്കും. ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കിട്ടും. ഇതാണ് ഇതുവരെയുള്ള സാധനം. ഇതിനകത്തെല്ലാം ഒന്ന് ഇതിന് ചുരുക്കി ഇങ്ങനെ വെക്കാം, ഇത് വലുതാക്കാൻ പറ്റും, അതുപോലെ ഇതും ചുരുക്കി വെക്കാൻ പറ്റും. നമുക്ക് സ്പേസിങ് വേണ്ട അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മെയിൻ ഇത്രയാണ് ഇതിനകത്തുള്ളത്. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇത് ഞാൻ ആ ഭാഗം മാത്രം എടുത്തൊന്നുകൂടെ വിശദീകരിച്ചു തരാം. ഏകദേശം എല്ലാം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഇത് നമ്മുടെ ഇതിലേക്ക് പോകുന്നതാണ്. ശരി, താങ്ക് യു.